ഡോക്ടർ ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സുരേഷ് കൃഷ്ണയാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. സുരേഷ്, നമുക്കറിയാം കടുത്ത വേനൽക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സാഹചര്യം എന്തൊക്കെയാണ്? ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാറും നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടറോട് കൂടി സംസാരിക്കാം. ഡോക്ടറെ, ഞാൻ മാർക്കറ്റിംഗ് സ്റ്റാഫാണ്. നമ്മൾ ഫീൽഡിലൊക്കെ വാഹനത്തിൽ പുറത്ത് ബൈക്കിൽ പോകുന്ന യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ ഡോക്ടറെ? പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതിന്റെ വസ്ത്രങ്ങൾ എടുക്കുക. ഇപ്പൊ ഹെൽമെറ്റ് വെക്കുമ്പോൾ തന്നെ ബൈക്കിലാകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിക്കുമല്ലോ. അപ്പൊ നമുക്ക് പലപ്പോഴും ശരിയായ രീതിയിൽ വേർപ്പിന് ഇവോപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വേർക്കുന്നത് കൊണ്ടാകില്ല. വേർപ്പ് പിന്നെ അന്തരീക്ഷത്തിലേക്ക് ഇവോപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ ശരീരം തണുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇടനേരത്തെങ്കിലും ഒന്ന് പിന്നെ ഹെൽമെറ്റ് അഴിച്ച് ഈ വേർപ്പ് ഒന്ന് ബാഷ്പീകരിക്കുവാൻ, ഇവോപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അതുപോലെ പിന്നെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിലൊക്കെ ആകുമ്പോൾ ഇപ്പോ താങ്കൾ ചിലപ്പോൾ ധരിക്കുന്നുണ്ടാവില്ല, പക്ഷെ ചില ആൾക്കാരൊക്കെ ഈ ടൈ ഒക്കെ ധരിച്ച് ഇതെല്ലാം അടച്ചു വെച്ച്, അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. കഴിയുന്നതും തുറന്ന വായു സഞ്ചാരം ഉണ്ടാകണം. ആൻഡ് വെയിലത്ത് വണ്ടി ഓടിക്കുന്നത് ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ വലിയ ഡിസ്റ്റൻസിലൊക്കെ വെയിലത്ത് ഓടിക്കുന്നത് ഒഴിവാക്കുക. ഈ നടുവെയിലെന്ന് നമ്മൾ പറയുന്ന ഒരു സമയം, ഒരു 11 തൊട്ട് 3 വരെയുള്ള സമയം പുറത്തുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. എപ്പോഴും വണ്ടിയിൽ വെള്ളം കരുതുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. പുറത്തുള്ള വെള്ളം കുടിക്കാൻ ഞാൻ പറയില്ല, കാരണം നമുക്കറിയില്ല ഏത് തരത്തിലാണ് അവിടെയൊക്കെ വെള്ളം കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ ഏറ്റവും നല്ലത് എപ്പോഴും ഒരു 1-2 കുപ്പി വെള്ളം വണ്ടിയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കുന്നതാണ്.